ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ. എന്താ എന്ത് പണ്ടാറത് ഷൂസിന്റെ അടുത്ത് നിന്നത്? അയ്യേ, ഷൂസ് ഇട്ട് പാണിരാകും. എവിടെ നോക്കിയോളൂ നടക്കണത്? ആരോ വീഴ്ത്തിയതാ. സോറി, ഷൂ വാങ്ങിച്ചിട്ട്. ചോറില് കല്ല് കണ്ടുണ്ട്. സോക്സിൽ ആദ്യാട്ടാ. തലയൊന്ന് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു. എനിക്ക് തന്നിട്ട് പോവൂ. ഇനി ഒന്നും പറയരുത്. ഞാൻ മാറി. പ്ലീസ് പ്ലീസ് പ്ലീസ്. വലിയ കഷ്ടായി പോയി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും? താഴ്ന്നു പോവില്ലേ? തന്നിട്ട് പോകൂട്ടി. ഞാൻ വന്നോട്ടെ പ്ലീസ്. ചതിച്ച ബോംബെണ്ടെന്നാ തോന്നണം. അയ്യോ, ഓടരുത്. വന്ദേ മാതരം, വന്ദേ ഭാരേട്ടാ, മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. ഓ, പീതാംബരൻ സാറേ, ഇവര് പ്രാന്താണ്. ഉണ്ടകളൊന്നും കൊണ്ടില്ലേ? പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ആ പരട്ടാളി എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങണ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. ലാത്തിയെടുത്ത് ഞാൻ കല്ലെറിഞ്ഞു എന്നളയും. എന്താടോ, ആരെ കൊല്ലുമെന്നാ താൻ വിളിച്ചു പോകുന്നേ? അല്ല, ഞാൻ എന്നെ ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചിപ്പട്ടി കുറെ കാലമായി എന്റെ അച്ഛനും ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങള് കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി.
അവനെ പൊക്കാനാണ് ഞാൻ വന്നു. നാളെ കാവിൽ ഉത്സവമല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചെലപ്പിന്റെ ബാല കാണാൻ കഴിയൂ. ജരാസന്ധ വിജയം മോളെ അകത്തേക്ക് കേറുന്നില്ലേ? ഓ കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കേറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോവാലോ, അതിന് കേസും ഉണ്ടാവില്ല. പോടാ. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ച് നിന്റെ അന്തസ്സുകളല്ലേ. കൊച്ചുണ്ണി ഡാ മോനെ. യെസ് ഡാഡ്. ഡാ. എന്താ ഡാഡ് 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? ആ പഠിക്കണ പോലീസ് ഒന്നും ഇപ്പൊ ഉണ്ട്. ഓ പൂവർ പോലീസ്, കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛനെ പേര് പറഞ്ഞു വിളിക്കുന്നു. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ? ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാറുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. ചെല്ലി. ഓക്കെ മൈ ഡിയർ സൺ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കറോ? താൻ LKG-യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫാരുടെ വീട്ടിൽ മാത്രം കക്കൂ. I see. Come on, search. ഒന്ന് മാറി നേട്ടാ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഇട്ടല്ലോ ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി അവനെവിടെ? അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യണോ? സാർ ദേ, ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരോ ഉണ്ട്. എടാ, തുരപ്പാ. എന്തിനാ എന്നെ കുരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്തേട്ട് കേടാ. കുറക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടുവന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലും ഉണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് ഈ വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കേറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കേറിയത്. എടാ തൊരപ്പ, എണിക്കടാ. നീ ബഹളം വെക്കല്ലേ. ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. പോലീസ് ഉണ്ടോ ഇല്ലെന്നെ കൊണ്ട് ഞാൻ കാണിച്ചു തരാടാ. കിട്ടിയോ? കൊച്ചുണ്ണിയെ പറമ്പിൽ ഒന്നും കണ്ടില്ല സാർ. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാ. സാറേ ഈ കോമ്പൗണ്ടത്തിൽ നീ കാലൂത്തെ നിന്റെ മുട്ടയിലെന്തെങ്കിലും ഓടിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ്, വേണമെങ്കിൽ പിടിച്ചോണ്ടോ നോക്ക്. ഇല്ല, ഞാൻ എന്റെ പാട്ടിനെ അങ്ങോട്ട് പോകും. ഇതാ സാറ് വിളിച്ച ഞാൻ സ്റ്റേഷനിൽ വരാത്തത്. ജീപ്പിക്കണ്ടടാ ഇവനെ. പിടിക്കട്ടെ, ഷർട്ട് ചൂടുന്നു. ഞാൻ കേറിക്കോളാം. അളിയൻ സാറേ, ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. 10 കാശ് സ്ത്രീധനം കൊടുക്കാനില്ലാതെ എന്റെ ഈ പെങ്ങൾ ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോ നിങ്ങൾ കയ്യും കലാശമൊക്കെ കാണിച്ച് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഒരാങ്ങളെ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട്. എന്ന് കരുതി എന്റെ അച്ഛന്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലംകുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങൾ അറിയും. ചെല്ല്. സ്റ്റാർട്ട്. സാറേ ഫോൺ. ദൈവമേ, ആ ഉണ്ടവാസം എന്നെ വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടുത്തെ നമ്പറാ കൊടുത്തത്. ഈ പോലീസുകാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ ഈ അഴിയൊന്ന് പിടിച്ചേ, ഞാനിപ്പോ വരാം. ഹലോ ഉണ്ടവാസാ. സോറി, കൊടുക്ക. സാറേ ഫോൺ. സാർ, എന്റെ പേര് രാമകൃഷ്ണൻ. നല്ല പേര് പറയാനാ വിളിച്ചേ? ഞങ്ങൾ കുറച്ചുനാൾ സ്ഥലത്തുണ്ടാവില്ല, വീട് പൂട്ടി പോവാ. നിങ്ങൾ വീട് പൂട്ടി പോണ്ടതിന് ഞാനെന്ത് ചെയ്യാനാ? വീട് പൂട്ടി പോകുമ്പോ സ്റ്റേഷൻ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട്, അതുകൊണ്ട് വിളിച്ചാ. ഓ അങ്ങനെ. അഡ്രസ് പറ. ഫ്ലാറ്റ് നമ്പർ 12B. ആ, ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചോ, ഞാൻ എഴുതിക്കോളാം. ആ, ഫ്ലാറ്റ് നമ്പർ 12B. ഫ്ലാറ്റ് നമ്പർ 12B, സ്കൈ ലൈൻ, മാവേലിപുരം കോളനി. സാറേ, കറക്റ്റ് സ്പോട്ട് ഒന്ന് ആ വെച്ചാൽ. കുരിശുപള്ളിക്കപ്പുറോടെ. കുരിശുപള്ളിക്കപ്പുറം. അപ്പൊ ഒരു മാസം അവിടെ ആരും ഉണ്ടാവില്ല. ഒരു മാസം അമ്മടെ പുളുസോ. ആ, ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എടാ തുറപ്പാ, നീയാണല്ലേ ഇത് എഴുതിയത്? നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. ഏ അല്ല, വായിക്കാൻ അറിയാൻ പാടത്ത ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. ആ. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ, സമയങ്ങളല്ലേ. പിന്നെ
ആ SI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ അത് എന്നെ അടിച്ചേരി ഞാൻ അതെ ഇത് ഇവിടുത്തെ പേന എവിടെ ഇരിക്കട്ടെ ഇല്ല ഞാൻ പോകുമ്പോ പാറാവാൻ എന്നെ കള്ളാന്ന് വിളിക്കും 12B സ്കൈലൈൻ. സത്യസന്ധനായ കള്ളൻ. യെസ്, പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ. കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? സിറ്റി ഹോസ്പിറ്റലോ? ഉടനെ എത്തിയില്ലെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞാലോ? വേണ്ട, വ്യാജ ഫോണോ മറ്റുവാണെങ്കിൽ എന്റെ പണി പോവും. SIക്ക് വിളിച്ച് പറഞ്ഞ് അയാളെ കൊണ്ട് പറയിപ്പിക്കാം. പോണെങ്കിൽ അയാളുടെ പണി പോട്ടെ. ട്വൽബിയിൽ രാമകൃഷ്ണനും കുടുംബം ടൂർ പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SI പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കള്ളനാടി കയറുന്നത്? വെയിറ്റ് ചെയ്യണം സാർ. ഏയ്, ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി. सिटी हॉस्पिटल വരെ ഒന്ന് പോണം. बेटी आज नहीं बेटी फिर किसी दिन. മധുരം കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ പോവാൻ മടി. आओ आओ ना. ठीक है. Oh, 12B, this is too much. സാറേ, SI സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ? പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, എന്താ ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എടുത്തോ. ദൈവമേ, മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെയാ എടുക്ക ദൈവമേ. യോ, TV. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. എന്താ എന്താ എന്താ? ദേ, ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴാ അവരുടെ ആക്രാന്തം. കുഞ്ഞിനെ ഞാനിത് മറന്നു. മോനെ, ഏട്ടാ, എഴുന്നേക്കടാ. അയ്യോ, എന്റെ ലൈറ്റ്. വരോ? ദേ, അവിടെ നിന്ന്. നിങ്ങളുടെ പകുതി മീശ അവിടെ പോയി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മുഴുവൻ അടിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. ചാമ്പലാകാൻ പോകുന്ന എന്തിനാടി കപ്പടാ മീശ? ബോംബ് പൊട്ടും, വേറെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. മനുഷ്യൻ ഒന്ന് എടുക്കോ? പിന്നെന്താ? എന്റെ എല്ലാം മുത്തശ്ശനെ. ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണ്. കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയ ഇവ മുകളിലേക്ക് പോകും. ഐഡിയ. നമ്മുടെ പുളുസോ വെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കേ. ഈശ്വര, ഉണ്ടായിരുന്ന എന്താണെന്ന് പറഞ്ഞ് ഇതെന്താ കൂട്ടം കേട്ടോ ആള് മത്സരം സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി സാറേ സമയമായി. ഇവിടെ വെച്ചിട്ടുണ്ടോ? ആരില്ലേ പറഞ്ഞ ബോംബ് വെച്ചിട്ടുണ്ടോ? അത് ഇവിടെ അല്ല, സിറ്റി ഹോസ്പിറ്റലിൽ. ചവിട്ടോണ്ടിരുന്ന് ചിരിക്കുന്ന സാറിന്റെ വീഴ്ച കണ്ടിട്ട്. എന്റെ മീശയുടെ സൗന്ദര്യം നോക്കി നിൽക്കാണ്ട് താൻ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വേഗം ആശുപത്രിയോട്ട് ചെല്ലോ. ഞാൻ ബാക്കി പഠിച്ചില്ല.